എല്ലാവർക്കും കുടുംബശ്രീ ശാരദയുടെ പുതിയ എപ്പിസോഡിലോട്ട് സ്വാഗതം. അപ്പോൾ സത്യാമ്മയെയാണ് എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ കാണിക്കുന്നത്. സത്യാമ്മ വിഷ്ണുവിനെ വിളിക്കുന്നുണ്ട്. വിഷ്ണുവിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, നാളെയാണ് സീമന്തത്തിൻ്റെ ഡേറ്റ് ഞാൻ കുറിച്ചിട്ടുണ്ട്. ഇനി എല്ലാവരുടെ അടുത്തും എനിക്ക് വിളിച്ച കാര്യങ്ങൾ പറയാനുണ്ട്. ഒരു പെട്ടെന്നുള്ള തീരുമാനമല്ലേ, അപ്പോൾ എല്ലാവരോടും ഞാൻ കാര്യങ്ങൾ പറയട്ടെ. എന്നാൽ ശരി വിഷ്ണു എന്ന് പറഞ്ഞ് കട്ട് ചെയ്യണം. അപ്പോൾ ഇത് കേൾക്കുന്ന ശാലിനി ചോദിക്കുന്നുണ്ട്, എന്താ വിഷ്ണുവേട്ടാ, എന്താ പ്രശ്നം ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട്, ഇങ്ങനെ സത്യാമ്മ നാളെയാണ് സീമന്തത്തിൻ്റെ ഡേറ്റ് കുറിച്ചിട്ടുള്ളതെന്ന് പറയുകയാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും ഞെട്ടി നിൽക്കുന്നതാണ് എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ കാണിക്കുന്നത്. രണ്ടാമത് കാണിക്കുന്നത് ജഗദീപിനെയും അതുപോലെ സുസ്മിതയുമാണ്. സുസ്മിത, ജഗദീപേട്ട ഇങ്ങ് കയറി വാ എന്ന് പറയാണ്. അത് വേണോ സുസ്മിത എന്ന് ചോദിക്കുന്നുണ്ട് സുസു. അപ്പം നമ്മുടെ സുസ്മിത പറയുന്നുണ്ട്, ഇങ്ങ് വാ, ഇവിടെ നല്ല കാഴ്ചകളുണ്ട്, നമുക്കിവിടെ കാണാമെന്ന് പറഞ്ഞിങ്ങനെ വിളിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ജഗദീപേട്ടന് കയറി വരാൻ തീരെ താല്പര്യമില്ല. എൻ്റെ ജഗദീപേട്ട ഒന്നെങ്കിലും കയറി വാ, ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ത്രില്ലൊക്കെ വേണ്ടേ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ജഗദീപേട്ടൻ പറയുന്നുണ്ട്, അതൊക്കെ ശരിയാണ്, പക്ഷെ എനിക്കൊരു പ്രശ്നമുണ്ട്. എനിക്കാണെങ്കിൽ ഉയരത്തിൽ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. അതിനെന്തോ ഇംഗ്ലീഷിൽ പറയുമല്ലോ, ആക്രോബാറ്റിക്കോ അങ്ങനെ എന്തോ. അപ്പം നമ്മുടെ സുസ്മിത പറയുന്നുണ്ട്, ആക്രോഫോബിയ. അത് തന്നെ അതെനിക്കുണ്ട് എന്ന് പറയാണ്. അപ്പം നമ്മുടെ സുസ്മിത ചോദിക്കുന്നുണ്ട്, അത് മാത്രമല്ലല്ലോ ജഗദീഷ് ചേട്ടനുള്ളത്, ഹൈഡ്രോഫോബിയ കൂടെ ഇല്ലേ എന്ന് ചോദിക്കുകയാണ്. അയ്യോ അതെന്താ, അങ്ങനെ ഒരു അസുഖം കൂടി എനിക്കുണ്ടോ എന്ന് നമ്മുടെ ജഗദീപേട്ടൻ ചോദിക്കുകയാണ്. അപ്പം നമ്മുടെ സുസ്മിത പറയാണ്, അത് ജഗദീപേട്ടന് വെള്ളത്തിലിറങ്ങുമ്പോൾ ഈ ഒരു പ്രശ്നമില്ലേ എന്ന് പറയാണ്. അപ്പം നമ്മുടെ സുസ്മിത ചോദിക്കുന്നുണ്ട്, അതിന് ജഗദീപേട്ടന് വേറെ എന്തൊക്കെയാണ് പേടിയെന്ന് ചോദിക്കുകയാണ്. എനിക്ക് തീ, ഇടിമിന്നൽ, ഇരുട്ട്, മഴ ഇതൊക്കെ എനിക്ക് പേടിയാണ്, പ്രത്യേകിച്ച് എനിക്ക് പ്രേതത്തെ പേടിയാണെന്ന് പറയാണ്. ലോകത്തുള്ള സകലതും പേടിയുള്ള ഈ പുഴുവിനെയാണല്ലോ ഇത്രയും നാളും ഞാൻ ചുമന്നത് എന്ന് സുസ്മിത പറയാണ്. എന്നെ ഇതിനൊക്കെ ചവിട്ടി അരയ്ക്കേണ്ട സമയം കഴിഞ്ഞു എന്ന് സുസ്മിത പറയാണ്. അപ്പോൾ ഈ ആലോചിച്ച് നിൽക്കുന്ന സുസ്മിതയോട് ജഗദീപ് ചോദിക്കുകയാണ്, എന്താ സുസ്മിത നീ ആലോചിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. അയ്യോ അതൊന്നുമല്ല ജഗദീപേട്ട, ഇത്രയും നാളും ജഗദീപേട്ടൻ ഇതൊന്നും ചെയ്തിട്ടില്ല, ഇപ്പം ഞാൻ കാരണമാണോ ഇതിൻ്റെ മുകളിലോട്ട് കയറി വന്നത് എന്ന് ചോദിക്കുകയാണ്. അതെ, സുസ്മിത ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നത്, അല്ലെങ്കിൽ എന്നെ കൊന്നാലും ഞാൻ ഇങ്ങോട്ട് കയറില്ല എന്ന് നമ്മുടെ ജഗദീപേട്ടൻ പറയാണ്. എന്നാൽ പേടിക്കാതെ ഇങ്ങ് കയറി വാ ജഗദീപേട്ട എന്ന് പറഞ്ഞ് കൈ കൊടുത്ത് സുസ്മിത വലിച്ചു കയറ്റുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, അത്രയേ ഉള്ളൂ, ഇതിനാണോ ഇങ്ങനെ പേടിച്ച് എന്ന് ചോദിക്കുകയാണ്. അയ്യോ കണ്ടിട്ട് തന്നെ എനിക്ക് പേടിയാകുന്നു, ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് തല കറങ്ങുന്നു എന്ന് പറഞ്ഞ് ജഗദീപ് ആണെങ്കിൽ അവിടെ ഇരിക്കുകയാണ്. സുസ്മിത, അതെ, ഇവിടെ നിന്ന് കാല് തന്നെ താഴോട്ട് വീണാലുള്ള അവസ്ഥ എന്താണെന്ന് തനിക്കറിയോ എന്ന് ചോദിക്കുകയാണ്. ആ ബോട്ട് മുങ്ങിക്കിടക്കാനുള്ള അത്രയും വെള്ളമുണ്ട് അവിടെ, അങ്ങോട്ടാണ് ചെന്ന് വീഴുന്നത് എന്ന് സുസ്മിത പറയാണ്. തിരയെടുത്താൽ അങ്ങ് ആഴക്കടലിലോട്ട് കൊണ്ടുപോകും നിന്നെ. സൂസു ഒന്ന് മിണ്ടാതിരി സൂസു, എനിക്ക് പേടിയാകുന്നു. ഒന്ന് മിണ്ടാതിരിക്കും സൂസു, എനിക്ക് പേടിയാകുന്നു എന്ന് ജഗദീപ് പറയാണ്. ഇത് കേൾക്കുന്നതും നമ്മുടെ ജഗദീപിനെ വലിച്ചെഴുന്നേൽപ്പിക്കുകയാണ് സുസ്മിത. എന്നിട്ട് പറയുന്നുണ്ട്, നീ ആരാടെ പട്ടി എന്നോട് മിണ്ടാതിരിക്കാൻ പറയാൻ? അപ്പം നമ്മുടെ ജഗദീപ് ചോദിക്കുന്നുണ്ട്, പട്ടിന്നോ? അതേടാ മരപ്പട്ടി, നിന്നെ തന്നെയാണ് ഞാൻ വിളിച്ചത് എന്ന് സുസ്മിത പറയാണ്. സൂസു, കായലിൻ്റെ നടുകിലുള്ള നമ്മുടെ മാണിക്യക്കല്ലുള്ള കൊട്ടാരം, അതിൻ്റെ മുകളിലത്തെ നിലയിൽ ആരെയോ സാക്ഷി നിർത്തി നമുക്ക് പ്രണയിക്കേണ്ടേ സൂസു എന്ന് പറയാണ്. എന്ന് പറഞ്ഞ് നമ്മുടെ സുസ്മിത ആട്ടുന്നുണ്ട്. എല്ലാം എൻ്റെ വെറും അഭിനയം മാത്രമായിരുന്നു, നിന്നെ ഇവിടെ എത്തിക്കാൻ വേണ്ടി എന്ന് പറയാണ് സുസ്മിത. അയ്യോ സൂസു, എനിക്ക് പേടിയാകുന്നു, നീ നേരത്തെ പറഞ്ഞ എല്ലാതും എനിക്കുണ്ട്, അഗ്രോപേറ്റിയൊക്കെ എനിക്കുണ്ട് എന്ന് തമാശയിലൂടെ നമ്മളെ ജഗദീപ് പറയാണ്. സൂസു, ഇപ്പം തന്നെ എനിക്ക് തല കറങ്ങുന്നു സൂസു എന്ന് പറയാണ്. ഇത് കേൾക്കുന്ന നമ്മുടെ സുസ്മിത പറയുന്നുണ്ട്, എടാ ഇതൊക്കെ അറിഞ്ഞുകൊണ്ടാടാ നിന്നെ ഞാൻ ഇവിടെ എത്തിച്ചതെന്ന് പറയാണ്. ഈ പറഞ്ഞ എല്ലാ ഫോബിയയും നിനക്കുണ്ട് എന്ന് എനിക്കറിയാം, അതുകൊണ്ട് മാത്രമാണ് നിന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്. ഒരാളുടെ സഹായമില്ലാതെ നീ ഒരു ഇഞ്ച് പോലും ഇവിടുന്ന് ഇളകില്ല എന്നും എനിക്കറിയാം. നിന്നെ അങ്ങ് പറഞ്ഞു വിടുന്നതിന് മുൻപ് നിന്നോട് 2 വർത്താനം പറയാനാടാ എന്ന് പറയാണ്. ഇത് കേൾക്കുന്ന നമ്മുടെ ജഗദീപ് പറയാണ്, എന്നോട് എന്ത് പറയാൻ, ഇനി ഗോവയ്ക്കോ മറ്റോ പോവാനാണെങ്കിൽ എനിക്ക് ട്രൗസർ മാറ്റണമെന്ന് നമ്മുടെ ജഗദീപ് പറയാണ്. ഇത് കേട്ട് ദേഷ്യം പൂണ്ട് നിൽക്കുന്ന സുസ്മിതയാണ് കാണിക്കുന്നത്. ഈ കണ്ണും മുഖമൊക്കെ ഇങ്ങനെ മാറുന്ന കണ്ട് നമ്മുടെ ജഗദീപ് ചോദിക്കുകയാണ്, എന്ത് പറ്റി സൂസു, നിനക്കും ഫിക്സ് ഉണ്ടോ? എനിക്കും ഫിക്സ് ഉണ്ട് എന്ന് പറയുകയാണ് നമ്മുടെ ജഗദീപ്. ഇത് കേട്ട് സുസ്മിത പറയുന്നുണ്ട്, നിന്റെ ഈ കോമഡിയും തിരുവനന്തപുരം ഭാഷയും ഉണ്ടല്ലോ, എനിക്ക് ഇത്രയും അസ്വസ്ഥതപ്പെടുത്തുന്ന ഒന്നും തന്നെ വേറെ. ശാലിനിയും രോഹിത്തും പോലും ഇങ്ങനെയൊന്നും സംസാരിക്കാറില്ല. നീ എനിക്കെൻ്റെ കണ്ണിൽ പോയ വെറും ഒരു കരടാണെന്ന് സുസ്മിത പറയാണ്. അതിനുശേഷം പറയുന്നുണ്ട്, എനിക്കും എൻ്റെ അമ്മയ്ക്കും ഒരു അബദ്ധം പറ്റി, ചിറക്കൽ രാമചന്ദ്രൻ്റെ മോനാണെന്ന് കരുതി നിന്നെ ഞാനൊന്ന് വളയ്ക്കാൻ നോക്കി,
എന്നാൽ വിഷ്ണുവും ശാലിനിയും ഇറക്കിയതാണ് നിന്നെ എന്ന് അറിഞ്ഞപ്പോൾ തന്നെ നിന്നെ വെട്ടി അരിയേണ്ടതായിരുന്നു. പേടിച്ച് നമ്മുടെ ജഗദീപ് അവിടെ ഇരിക്കുകയാണ്. എൻ്റെ പൊന്നു സൂസു, ഇങ്ങനെയൊന്നും പറയല്ലേ. നിന്നെ താലി കെട്ടിയ ആളല്ലേ ഞാൻ. എനിക്ക് നഷ്ടപ്പെടാനുള്ളത് എനിക്ക് നഷ്ടപ്പെട്ടു, നിനക്ക് നഷ്ടപ്പെടാനുള്ളത് നിനക്കും നഷ്ടപ്പെട്ടു. ഇനി നമുക്കൊരു ധാരണയിൽ പോവാം. എനിക്ക് എന്ത് നഷ്ടപ്പെട്ടു എന്നാടാ നീ പറയുന്നതെന്ന് ചോദിക്കുകയാണ്. അത് പിന്നെ പറ, എന്ത് നഷ്ടപ്പെട്ടു എന്നാ നീ പറയുന്നേ? നീ നഷ്ടപ്പെട്ടു എന്ന് പറയുന്നതുണ്ടല്ലോ, എനിക്ക് നല്ലൊരു സോപ്പ് തേച്ച് കുളിച്ചാൽ തീരാവുന്നതേ ഉള്ളൂ. ഇനിയിപ്പോൾ ഞാൻ പ്രഗ്നൻ്റ് ആണെങ്കിൽ പോലും അതിനുണ്ട് പരിഹാരം. ഒരു രാത്രി കഥ പറഞ്ഞ് എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യാണോടാ നായെ നീ എന്ന് ചോദിക്കുകയാണ് സൂസു. പക്ഷെ എൻ്റെ കയ്യിൽ വീഡിയോ ഉണ്ട് എന്ന് പറയാണ്. അതുകൊണ്ട് അത് നീ കൊണ്ടുപോയി പുഴുങ്ങി തിന്നടാ. സുസ്മിത, എനിക്കൊരു തെറ്റുപറ്റി, എന്നോട് ക്ഷമിക്കണമെന്ന് നമ്മുടെ ജഗദീപ് പറയാണ്. സുസ്മിത, എന്നെ ഒന്നും ചെയ്യില്ലേ പ്ലീസ് എന്ന് പറയുന്നുണ്ട്. വൈകിപ്പോയല്ലോ ജഗദീപ് കുമാറെ, നിന്റെ ക്ഷമാപണമൊന്നും ഇനി ഇവിടെ നടക്കില്ല. കാലപുരിയിലേക്ക് ഇന്നൊരാളെ കൊടുത്തു വിടാമെന്ന് ഞാൻ വാക്ക് കൊടുത്തു പോയി. അയച്ചില്ലെങ്കിൽ അത് മോശമല്ലേ? ആ കാണുന്ന സ്ഥലത്ത് കാലൻ കയറുമായി നിൽക്കുന്നത് കാണുന്നില്ലേ നീ? എന്നോട് ക്ഷമിക്കണം സുസു എന്ന് പറഞ്ഞ് വീണ്ടും പറയുന്നുണ്ട്. ഇതൊക്കെ ഒരു തമാശയായിട്ട് എടുത്തൂടെ എന്ന് പറയാണ്. ഇനി എൻ്റെ ഭാഗത്തുനിന്ന് ഒരു തെറ്റും ഉണ്ടാവില്ല എന്ന് പറയാണ്. ഇത് കേൾക്കുന്ന സുസ്മിത ചിരിക്കുകയാണ്. ചിരിക്കുന്നത് കണ്ട് നമ്മുടെ ജഗദീപം പൊട്ടനെ പോലെ ചിരിക്കുന്നുണ്ട്. എന്നിട്ട് സുസ്മിത പറയുന്നുണ്ട്, കഴിഞ്ഞതൊക്കെ ഒരു തമാശയായിട്ട് എടുക്കാം അല്ലേ? എന്നാ എടുക്കാം, എന്നാ ഇതും കൂടെ അങ്ങ് ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് ഒറ്റ ചവിട്ട് വെച്ച് കൊടുക്കുകയാണ് നമ്മുടെ ജഗദീപിൻ്റെ മേലോട്ട്. അങ്ങനെ ജഗദീപ് നേരെ പോയി കടലിൽ ചെന്ന് വീഴാണ്. ഇത് കണ്ട് കാർക്കിച്ച് തുപ്പുന്നുണ്ട് നമ്മുടെ സുസ്മിത. ഒറ്റ ചവിട്ടിൽ ജഗദീപ് കടലിൽ ചെന്ന് വീഴുന്നുണ്ട്. കണ്ണാടയൊക്കെ തെറിച്ചു പോകുന്നുണ്ട്. ജഗദീപിനെ വീഴ്ത്തിയിട്ടതിന് ശേഷം വളരെ സന്തോഷത്തോടു കൂടി തന്നെ സുസ്മിത അവിടെ നിൽക്കുന്നുമുണ്ട്.